Good morning. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കീമോതെറാപ്പി. കീമോതെറാപ്പിന് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കാം. എന്താണ് കീമോതെറാപ്പി? ശ്രീലക്ഷ്മി മാഡം സൾഫണമൈഡ്സ് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോയാൽ കൂടുതലായിട്ട് അതൊരു ക്യാച്ച് ചെയ്യാൻ പറ്റും. കീമോതെറാപ്പി. വാട്ട് യു മീൻ ബൈ കീമോതെറാപ്പി? കീമോതെറാപ്പി മീൻസ് നമുക്ക് പൊതുവെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡ്രഗ്സ്. അപ്പോൾ ഈ ഡ്രഗ്സിൽ ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ദറ്റ് ഈസ് ആക്റ്റീവ് അഗെയിൻസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് or it is active against cancers, that is known as chemotherapeutic agents, and that therapy is known as chemotherapy. Okay, so chemotherapy means it is initially referring to an anti-parasitic therapy, now refers more broadly to the use of any chemical compound that selectively act on microbes or cancer. That is known as chemotherapeutic agents, or the agents is known as chemotherapeutic agents, and the therapy is known as chemotherapy. ഇനി ഇത്തരം ഏജൻസിനെ നമുക്ക് രണ്ടായി തിരിക്കാം. ഫസ്റ്റ് വൺ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്നും സെക്കൻഡ് വൺ ബാക്ടീരിയോസിഡൽ എന്നും. സ്റ്റാറ്റിക് മീൻസ് നമുക്കറിയാം അത് എന്താ, ഇറ്റ് ഇൻഹിബിറ്റ് ദി ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ, ആൻഡ് ബാക്ടീരിയസിഡൽ മീൻസ് ഇറ്റ് ഡിസ്ട്രോയ് ആൻഡ് കിൽസ് ദി ബാക്ടീരിയ. It includes synthetic substances like sulfonamides and antibiotics like penicillin, etc. Ampicillin, ciprofloxacillin, ofloxacillin, any other antibiotics. What do you mean by antibiotics? Antibiotics എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഉണ്ടാക്കി മൈക്രോ ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന substance. These are known as antibiotics. So these are the substances which are produced by microorganisms, and it suppresses the, or it selectively suppresses the growth or kill other microorganisms at very low concentration, is known as antibiotics. ഈ ആന്റിബയോട്ടിക്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് എന്നും എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് എന്നും ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് എന്നും. അപ്പൊ നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്, അപ്പൊ ആ നാരോ സ്പെക്ട്രം എന്നുള്ളത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കുറച്ച് സം കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ്, കെമിക്കൽ സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് നോൺ ആസ് നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ INH, isoniazid, it is active against only for Mycobacterium TB, tuberculosis. This is an example for narrow spectrum antibiotic. Next, extended spectrum antibiotics. അപ്പോൾ വരുന്നതിന് നിങ്ങൾക്ക് കിട്ടും എന്താ, ഒരു വെറൈറ്റി ഓഫ് ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് മാത്രം എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് നമുക്ക് എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ these are the substances which are effective against gram-positive organisms and also against a significant number of gram-negative bacteria. For example, ampicillin acts against gram-positive and some gram-negative bacteria also. Next, broad-spectrum antibiotics. A broad-spectrum antibiotics, ആ പേര് തന്നെ നിങ്ങൾക്ക് കിട്ടും. It's effective against both gram-positive and gram-negative bacteria, and also for rickettsia, chlamydia, like that, etc. Okay, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. കീമോതെറാപ്യൂട്ടിക് ഏജൻസിനെ നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും.
ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെക്കാനിസം ഓഫ് ആക്ഷൻ്റെ കേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഒരു ഡ്രഗിൻ്റെ സ്ട്രക്ചർ എന്താണ് അല്ലേ. അപ്പോൾ ആ ഡ്രഗിൻ്റെ സ്ട്രക്ചറിൽ ചില സബ്സ്റ്റൻസ് ഉണ്ടാവും, ചില കോമ്പൗണ്ട്സ്, ഇപ്പോൾ ചില സൈഡ് ചെയിൻസ് ഒക്കെ ഉണ്ടാവും. ഏത് സൈഡ് ചെയിൻ ആണ് ഇത് ആക്റ്റീവ്, ആ സൈഡ് ചെയിൻ ഉള്ളത് കൊണ്ടാണ് ആ സബ്സ്റ്റൻസ് ആക്റ്റീവ്. അതിൻ്റെ ബേസിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സ്പെക്ട്രൽ ആക്ടിവിറ്റി എന്നൊക്കെ അതിന് പറയാം. സ്പെക്ട്രൽ ആക്ടിവിറ്റി. അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് ഈ കീമോതെറാപ്യൂട്ടിക് ഏജൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമുക്കൊരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കാം. ഫസ്റ്റ്, കെമിക്കൽ സ്ട്രക്ചർ. കെമിക്കൽ സ്ട്രക്ചർ അത് മുഖേന നമുക്ക് എങ്ങനെ കീമോതെറാപ്യൂട്ടിക് ഏജൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഉദാഹരണത്തിന് ഫസ്റ്റ് വൺ, സൾഫണമൈഡ്സ് ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ്. an എക്സാമ്പിൾ ആണ് സൾഫാസാലസിൻ ആൻഡ് അതേഴ്സ്, സൾഫോൺസ്, ഡാപ്സോൺ, പാസ്, പാരാ അമിനോ സാൾസിലിക് ആസിഡ്. ഈ സെക്കൻഡ് വൺ ഏതാ, ഡൈഅമിനോ പിരിമിഡിൻസിന് എക്സാമ്പിൾ ആണ് ട്രൈമെത്തോപ്രിം, പൈറിമെത്താമിൻ. ദെൻ ക്വിനോളോൺസിന് എക്സാമ്പിൾ ആണ് നാലിഡിക്സിക് ആസിഡ്, നോർഫ്ലോക്സാസിൻ, സിപ്രോഫ്ലോക്സാസിൻ, എക്സെട്ര. Then beta-lactam antibiotics ആണ്. Beta-lactam means this is the structure. Quinolones are the structure. Diaminopyrimidines is included in that structure. Okay? അത് ആ ബേസിലാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്. Beta-lactam antibiotics include penicillins, cephalosporins, monobactams, carbapenems. Tetracyclines ആ ക്ലാസ്സിൽ വരുന്നതാണ് ഓക്സിടെട്രാസൈക്ലിൻ, ഡോക്സിസൈക്ലിൻസ്, എക്സെട്ര. നെക്സ്റ്റ്, നൈട്രോബെൻസിൻ ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് ക്ലോറാംഫെനിക്കോൾ. അമിനോഗ്ലൈക്കോസൈഡ്സിൽ വരുന്നതാണ് സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ, അമിക്കാസിൻ ഒക്കെ അതിൽ വരുന്നതാണ്. മാക്രോലൈഡ് ആന്റിബയോട്ടിക്സിൽ വരുന്നതാണ് എറിത്രോമൈസിൻ, ക്ലാരിത്രോമൈസിൻ, അസിത്രോമൈസിൻ, റോക്സിത്രോമൈസിൻ, എക്സെട്ര. ദെൻ ലിങ്കോസൊണമൈഡ് ആന്റിബയോട്ടിക്സിൽ വരുന്നതാണ് ലിങ്കോമൈസിൻ, ക്ലിൻഡാമൈസിൻ. ദെൻ ഗ്ലൈക്കോപെപ്റ്റൈഡ് ആന്റിബയോട്ടിക്സിൽ വരുന്നതാണ് വാങ്കോമൈസിൻ. ദെൻ ഓക്സാസോളിഡിനോൺസ് അതിൽ വരുന്നതാണ് ലിനിസോളൈഡ്. ദെൻ പോളിപെപ്റ്റൈഡ് ആന്റിബയോട്ടിക്സ് ആണ് പോളിമൈക്സിൻ ബി, കോളിസ്റ്റിൻ, ബാസിട്രാസിൻ, എക്സെട്ര. ദെൻ നൈട്രോഫ്യൂറാൻ ഡെറിവേറ്റീവ്സിന് വരുന്നതാണ് നൈട്രോഫ്യൂറൻഡോയിൻ, ഫ്യൂറാസോളിഡിൻ. ദെൻ നൈട്രോ ഇമഡസോൾസിലാണ് മെട്രോനിഡസോൾ, ടിനിഡസോൾ. നിക്കോട്ടിനിക് ആസിഡ് ഡെറിവേറ്റീവ്സിലാണ് INH, ഐസോനിയാസിഡ്, പൈറാസിനമൈഡ്, എത്തിയോണമൈഡ്. പോളിയിൻ ആന്റിബയോട്ടിക്സിലാണ് നിസ്റ്റാറ്റിൻ, ആംഫോട്രിസിൻ ബി. അസോൾ ഡെറിവേറ്റീവ്സിലാണ് മൈക്കണസോൾ, ക്ലോട്രിമസോൾ, കീറ്റോക്കണസോൾ, ഫ്ലൂക്കണസോൾ. അതേഴ്സിൽ വരുന്നതാണ് റിഫാംബിൻ, സ്ട്രെപ്റ്റോമൈസിൻ, സോഡിയം ഫിസിഡേറ്റ്, ദെൻ സൈക്ലോസെറിൻ, വിയോമൈസിൻ, എത്താംബ്യൂട്ടോൾ, ക്ലോഫാസിമിൻ, ഗ്ലിസിയോഫ്ലുവിൻ. അറിഞ്ഞിരിക്കണം. എല്ലാ ക്ലാസിഫിക്കേഷനിലും ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നും ചോദിക്കാം ഇതിൽ കീമോതെറാപ്യൂട്ടിക് ഏജൻസിൽ. അപ്പോൾ ഇത് തറവായിരിക്കണം. ഓക്കെ, ഇത് എപ്പോഴും എല്ലാ കാലത്തും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ്. അപ്പോൾ തറവായിരിക്കണം ഈ കീമോതെറാപ്യൂട്ടിക് ഏജൻസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ഇറ്റ് ഇസ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഇൻ വിച്ച് ഇറ്റ് ആക്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആന്റി ബാക്ടീരിയൽസിന് എക്സാമ്പിൾ ആണ് പെൻസിലിൻസ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, എറിത്രോമൈസിൻ, ഫ്ലൂറോക്വിനോളോൺസ്. അപ്പോൾ ഏതൊക്കെയാണ് ഫ്ലൂറോക്വിനോളോൺസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഓക്കെ, അമിനോഗ്ലൈക്കോസൈഡ്സിൽ ഏതൊക്കെ വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അതൊന്നും ഇനി പറയുന്നില്ല. അതൊക്കെ അമിനോഗ്ലൈക്കോസൈഡ്സിൽ ഏതൊക്കെ വരുന്നത്, ഇവിടെ അമിനോഗ്ലൈക്കോസൈഡ്, സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ, അമിക്കാസിൻ, നിയോമൈസിൻ. ഓക്കെ, മൈസിൻസ് എല്ലാം അമിനോഗ്ലൈക്കോസൈഡ്സിൽ വരുന്നതാണ്. ഓക്കെ, ഒരുവിധം മൈസിൻസ് ഒക്കെ മാക്രോലൈഡ്സിൽ വരുന്നതാണ്. എറിത്രോമൈസിൻ, അസിത്രോമൈസിൻ, ക്ലാരിത്രോമൈസിൻ ഒക്കെ അതിൽ വരുന്നതാണ്. ഈ നെക്സ്റ്റ് ആന്റി ഫംഗൽ ആന്റിബയോട്ടിക്സിൽ വരുന്നതാണ് ഗ്രിസിയോഫുൾവിൻ, ആംഫോട്രിസിൻ ബി, കീറ്റോക്കണസോൾ ഒക്കെ ആന്റി ഫംഗൽ ഏജൻസിലാണ്. ഫംഗൽ ഏജൻസ്. ആന്റി വൈറൽ ഏജൻസിനാണ് അസൈക്ലോവിർ, അമൻഡാഡിൻ, സിഡോവുഡിൻ,
പ്ലാവുഡിൻ, ലാമിവുഡിൻ എക്സെട്ര വുഡിൻ ഫാമിലി എല്ലാം ആന്റി വൈറൽ ഏജൻസ് ആണ്. ആന്റി പ്രോട്ടോസോയൽ ഏജൻസ് ആണ് ക്ലോറോക്കിൻ, പൈറിമെത്താമിൻ, മെട്രോനഡസോള്, ടിനിഡസോള്, ഡിലോക്സോണൈഡ് എക്സെട്ര. ആന്തൽമെന്റിക്സിൽ വരുന്നതാണ് മെബൻഡസോള്, അൽബൻഡസോള്, അല്ലെങ്കിൽ വേറെ ഏതാ ഇതിലില്ലാത്തത്, വേറെ അൽബൻഡസോള്, മെബൻഡസോള്, ദെൻ നിക്ലോസണമൈഡ്, ഡൈതൽ കാർബാസിപ്പിനൊക്കെ എക്സെട്ര, കാർബമാസിപ്പിനൊക്കെ എക്സെട്ര. ദാറ്റ്സ് ഓൾ ദി ആന്തൽമെന്റിക്സ്. Next is against the spectral activity. ആ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് വരുന്നത്. നാരോ സ്പെക്ട്രം ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ പെൻസിലിൻ ജി, സ്ട്രെപ്റ്റോമൈസിൻ, എറിത്രോമൈസിൻ. ബ്രോഡ് സ്പെക്ട്രം ആക്ടിവിറ്റി ആ ക്ലാസ്സിൽ വരുന്നതാണ് ടെട്രാസൈക്ലിൻസ്, ക്ലോറാംഫെനിക്കോൾ. ഇത്തരം ഇനി മെക്കാനിസം ഓഫ് ആക്ഷന്റെ ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. നോക്കിയേ, this is the classification as per the mechanism of action. It inhibits the cell wall synthesis, for example penicillin, cephalosporin, carbamazepine or carbapenems, monobactams, vancomycin, cycloserine, bacitracin. ഇതെല്ലാം സെൽ വാൾ ബാക്ടീരിയന്റെ സെൽ വാൾ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. Then causes the leakage from cell membranes. ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ പോളിമൈസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എഴുതുകയാണെങ്കിൽ എന്താ നിങ്ങൾ എഴുതുക? ഇറ്റ് ഇൻഹിബിറ്റ് അല്ലെങ്കിൽ ഇറ്റ് കോസ് ദി ലീക്കേജ് ഫ്രം സെൽ മെംബ്രെയിൻ എന്ന് എഴുതി അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആയി. അപ്പോൾ അതും കിട്ടും നിങ്ങൾക്ക്. ഓരോ ഡ്രഗിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അസിത്രോമൈസിൻ, വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് അസിത്രോമൈസിൻ? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അസിത്രോമൈസിൻ ഇല്ല, ഉണ്ടോ? ഓക്കെ, ഇല്ല. പക്ഷേ അമിനോ ഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്സ് ഉണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഇപ്പൊ ക്യൂനോളോൺസ്, കേട്ടോ. അപ്പൊ ക്യൂനോളോൺസിൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് ഇൻഹിബിറ്റ് ഡി എൻ എ കൈറേസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ടോപ്പോഐസോമറേസ് 2 ആക്ടിവിറ്റി, രണ്ടും സെയിം ആണ് കേട്ടോ. ഡി എൻ എ കൈറേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ള എഴുതിയാൽ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആയി. സൾഫണമൈഡ്സിൽ ഏത് വന്നു, ഇപ്പൊ ഡാപ്സോൺ, വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡാപ്സോൺ എഴുതിയാണ് ഇറ്റ് ഇന്റർഫിയർ വിത്ത് ദി ഇന്റർമീഡിയറ്റ് മെറ്റബോളിസം എഴുതിയാൽ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആയി. മനസ്സിലായോ? അപ്പോൾ ഓരോ ഡ്രഗിന്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. സൾഫണമൈഡ്സിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അത് മാഡം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്, അല്ലേ? ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. നെക്സ്റ്റ് ക്യൂനോളോൺസിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. These are synthetic antimicrobials having a quinolone structure. Quinolone structure ഉള്ള synthetic compounds ആണ് quinolone structure, and are active primarily against gram-negative bacteria, though the newer fluorinated compounds also inhibit the gram-positive ones. So, ഒരു narrow spectrum activity കാണും quinolones. For example, nalidixic acid. It's the first member that is introduced in 1960s and is useful for UTI, that is urinary tract infections അല്ലെങ്കിൽ gastrointestinal tract infections, GI tract infections ഒക്കെ ഈ നാലിഡിക്സിക് ആസിഡ്, അതായത് ഈ നാലിഡിക്സിക് ആസിഡിന് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ആന്റിബയോട്ടിക്സ് എടുത്തു, ഇപ്പോൾ അമോക്സിസിലിനോ അല്ലെങ്കിൽ അസിത്രോമൈസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാക്രോലൈഡ് ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ എടുത്തതിന് ശേഷം റെസിസ്റ്റൻസ് ഫോം ചെയ്യും. ഉദാഹരണം, നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ആന്റിബയോട്ടിക്സ് കഴിച്ചാൽ ആ ഓർഗാനിസം ഈ ആന്റിബയോട്ടിക്കിനൊക്കെ ഓവർകം ചെയ്തു വരും, അല്ലേ? ആ സമയത്തൊക്കെ നമുക്ക് ഇത്തരം ഈ ക്വിനോളോൺസിൽ ഈ നാലിഡിക്സിക് ആസിഡ് വളരെ യൂസ്ഫുൾ ആണ്. അതായത് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത കണ്ടീഷനിലൊക്കെ വളരെ യൂസ്ഫുൾ ആയ ഒരു ഡ്രഗാണ് നാലിഡിക്സിക് ആസിഡ്. ഓക്കെ, ഓർത്തോളാം. നെക്സ്റ്റ്, നാലിഡിക്സിക് ആസിഡ് ഈസ് ആക്റ്റീവ് അഗെയിൻസ്റ്റ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, എസ്പെഷ്യലി ഫോർ ഈക്വലൈ അല്ലെങ്കിൽ പ്രോട്ടിയസ് അല്ലെങ്കിൽ ക്ലബ്സില്ല എക്സെട്ര. ഓക്കെ, സ്യൂഡോമോണസിനൊക്കെ എഫക്റ്റീവ് ആണ്. It acts by inhibiting the bacterial DNA gyrase and it is a bactericidal agent. Resistance to nalidic acid develops rather rapidly. Nalidic acid is absorbed orally, high plasma protein bound, and
partly metabolized in liver. One of the metabolites is active and excretion through urine. T half is 8, nearly 8 hours. Fluoroquinolones. These are the quinolones antimicrobials having one or more fluorine substitution. ഇതിൽ രണ്ട് സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫ്ലൂറിൻ ഉണ്ടാവും. അതിനാണ് ഫ്ലൂറോക്വിനോളോൺസ് അല്ലെങ്കിൽ ഫ്ലൂറിനേറ്റഡ് ക്വിനോളോൺസ് എന്ന് പറയും. ക്ലാസിഫിക്കേഷൻ നമുക്ക് രണ്ടായി തിരിക്കാം. ഫസ്റ്റ് ജനറേഷൻ ആണെന്നും സെക്കൻഡ് ജനറേഷൻ എന്നും തിരിക്കാം. ഫസ്റ്റ് ജനറേഷൻ ഇൻക്ലൂഡ് നോർഫ്ലോക്സാസിൻ, സിപ്രോഫ്ലോക്സാസിൻ, ഓഫ്ലോക്സാസിൻ, പെഫ്ലോക്സാസിൻ ഒക്കെ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നതാണ്. സെക്കൻഡ് ജനറേഷൻ ഇൻക്ലൂഡ് ലിവോഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ, ജെമിഫ്ലോക്സാസിൻ, പ്രൂലിഫ്ലോക്സാസിൻ, ലോമിഫ്ലോക്സാസിൻ, സ്പാർഫ്ലോക്സാസിൻ. Okay, first generation and second generation fluoroquinolones. MO എന്താ പറയുന്നത്? It inhibit the enzyme bacterial DNA gyrase primarily active in the gram-negative bacteria. DNA gyrase എന്താണെന്ന് ആദ്യം അറിയണം. DNA gyrase and topoisomerases are the DNA enzymes that's mainly needed for the replication. DNA replication വേണ്ടിയിട്ട് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് എൻസൈംസ് ആണ് ഇപ്പോൾ DNA ഗൈറേസ് അല്ലെങ്കിൽ ടോപ്പോയിസോമറേസിനൊക്കെ. ഈ ഫ്ലൂറോക്വിനോൺസ് എന്താ ചെയ്യുന്നത്? ഇത് രണ്ടിനെയും പോയിട്ടാണ് ഇൻഹിബിറ്റ് ചെയ്യും. DNA റെപ്ലിക്കേഷൻ നടക്കില്ല, ഫർദർ ഗ്രോത്ത് ഉണ്ടാവില്ല, സിഡൽ ഏജന്റ് സംഭവിക്കും, കില്ല് ചെയ്യും. ഓക്കെ, the DNA carriers consist of 2A and 2B subunits. The A subunits carries out nicking of DNA. B subunits introduce the negative supercoils and then A subunits ആവശ്യമില്ല reseals the strains. Just ഒരു മനസ്സിലാക്കിയിരിക്കുക. The fluoroquinolones binds to A subunit with high affinity and interfere with its strand cutting and reseal in the function. DNA ഫംഗ്ഷനെ മൊത്തമായിട്ട് ഇത് ഡിസ്ട്രോയ് ചെയ്യും എന്നാണ് പറഞ്ഞത്. The gram-negative bacteria, the major target for fluoroquinolone action. It is a similar enzyme topoisomerase 4 which nicks and separates the daughter DNA strands after DNA replication. Just leave it. അത് വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് സിംപ്ലി പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു DNA എൻസൈംസ് ആണ് DNA ഗൈറേസും അല്ലെങ്കിൽ ടോപ്പോഐസോമറേസും ഒക്കെ. ഇതിനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും ആര്? Fluoroquinolones. And thus the DNA replication will be prevented. That's all. Okay, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടിയും പറയാം. It inhibits the DNA gyrase and topoisomerase. Okay, topoisomerase 4. These are the DNA enzymes that is necessary for the replication of the DNA, and by blocking these enzymes activity, it prevent the replication, DNA replication. That's all. This is the mechanism of action. Okay. Ciprofloxacin. It is the most potent first generation fluoroquinolone, active against a broad range of bacteria. The most susceptible ones are the aerobic gram-negative bacilli, especially the Enterobacteriaceae and Neisseria. It is rapidly absorbed orally, but food may delay the absorption. First pass metabolism will be occur. It attains the bactericidal levels in blood and having a good tissue permeability, excreted through urine. ADR includes several ADRs are there. GI like nausea, vomiting, bad taste, anorexia, etc. In CNS, it will produce dizziness, headache, restlessness, anxiety, insomnia, impaired concentration, dexterity, tremors, seizures. Seizures may be rare, and also next
in skin rashes, hypersensitive reactions will be occur, pruritus, photosensitivity, urticaria, etc. will be occur. Interactions include plasma concentration of theophylline, caffeine, and warfarin. It will increased by ciprofloxacin. ഇപ്പോൾ സിപ്രോഫ്ലോക്സാസിനും തിയോഫിലിനും കഫീനും വാർഫാരിനും ഏതെങ്കിലുമൊക്കെ ഒരുമിച്ച് കൊടുത്താൽ എന്താ സംഭവിക്കുക? പ്ലാസ്മ കോൺസെൻട്രേഷൻ ഇതിനൊക്കെ കൂട്ടും. അപ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എന്ത് സംഭവിക്കുക? ടോക്സിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, and also inhibit the metabolism. The CNS toxicity can occur by concurrent use of theophylline and fluoroquinolone. ഏതുവാവാം, fluoroquinolone. Okay, NSAIDs may enhances the CNS toxicity of fluoroquinolones. Seizures are reported. CNS toxicity നോക്കി, adverse effectsലെ CNS ഒരുപാട് ടോക്സിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ഡ്രൈവിംഗ് വരെ, ഇത് കഴിച്ച ഡ്രൈവിംഗ് വരെ ട്യൂഷനിലൂടെ ഡ്രൈവിംഗിൽ നമുക്ക് എന്തെങ്കിലും ഒരു തളർച്ചയോ അല്ലെങ്കിൽ ഇമ്പയർഡ് കോൺസെൻട്രേഷൻ ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അത് ഡ്രൈവിംഗിൽ കോഷൻ പ്രിക്കോഷൻ എടുക്കണം നമ്മളിത് കഴിക്കുമ്പോൾ. CNS നല്ല എഫക്റ്റ് ഉണ്ട് ഇതിന്, അല്ലേ? ഡെക്സ്റ്ററിറ്റി ഒക്കെ ഉണ്ടാക്കും. സോ NSAIDsന്റെ കൂടെ കഴിച്ചാൽ എന്ത് സംഭവിക്കുക? ഇറ്റ് എൻഹാൻസസ് ദി CNS toxicity. Antacids like sucralfate and iron salts given together reduce the absorption of fluoroquinolones. Okay, dears. Thank you.